നമസ്കാരം. പുരാണം കഥകൾ എന്ന നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ മലയാളികൾ എപ്പോഴും ഐശ്വര്യത്തിനും സമാധാനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നവരാണ്. ഓരോ ദിവസവും നമ്മൾ ഉറക്കമുണരുന്നത് തന്നെ ഇന്നത്തെ ദിവസം ഇന്നലത്തേക്കാൾ മികച്ചതാകണമെന്ന വലിയ പ്രതീക്ഷയോടെയാണ്. ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തികമായ ഉന്നമനവും കുടുംബത്തിലെ സമാധാനവും. രാപ്പകലില്ലാതെ വെയിലത്തും മഴയത്തും നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സന്തോഷത്തിനും കടങ്ങളില്ലാത്ത ഒരു നല്ല ഭാവിക്കും വേണ്ടിയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ കയ്യിൽ കാശ് നിൽക്കാത്ത ഒരവസ്ഥ ഉണ്ടാകാറില്ലേ? ഒരു ഭാഗത്ത് കൂടി പണം വരുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ മറ്റൊരു ഭാഗത്ത് കൂടി അത് ചിലവായി പോകുന്നു. അപ്രതീക്ഷിതമായ രോഗങ്ങൾ, വാഹനങ്ങൾക്ക് കേടുപാടുകൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവ നമ്മളെ വല്ലാതെ അലട്ടാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടാണോ ഈ ദാരിദ്ര്യം നമ്മുടെ വീട്ടിൽ വിട്ടുമാറാതെ നിൽക്കുന്നത്? തീർച്ചയായും അതെ എന്നാണ് വാസ്തുശാസ്ത്രവും നമ്മുടെ പൂർവികരും പറയുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും കാരണവന്മാരും നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിലക്കുമായിരുന്നു. സന്ധ്യക്കത് ചെയ്യരുത്, രാത്രി ഇത് ചെയ്യരുത് എന്നൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള പലർക്കും അത് വെറും അന്ധവിശ്വാസമായി തോന്നാം. എന്നാൽ ആ വിലക്കുകൾക്ക് പിന്നിൽ വലിയ ചില ശാസ്ത്രീയവും വാസ്തുപരവുമായ കാരണങ്ങളുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട തെറ്റുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ചും ഈ 3 തെറ്റുകൾ നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ദാരിദ്ര്യം ഉറപ്പാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം നിറയുന്നത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. പണ്ടത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ അണുകുടുംബങ്ങളിലേക്ക് വന്നപ്പോൾ പഴയ പല ശീലങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ട്. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ സൗകര്യപൂർവ്വം വേണ്ടെന്ന് വെച്ചു. അതിൻ്റെയെല്ലാം ഫലമാണ് ഇന്ന് പല വീടുകളിലും കാണുന്ന സമാധാനമില്ലായ്മയും സാമ്പത്തിക തകർച്ചയും. അതിനാൽ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്ധ്യാസമയത്തെ വീടടിച്ചു വാരലുമായി ബന്ധപ്പെട്ടതാണ്. പകലും രാത്രിയും തമ്മിൽ സന്ധിക്കുന്ന സമയമാണ് സന്ധ്യാസമയം. ഹൈന്ദവ വിശ്വാസപ്രകാരം വളരെ പവിത്രമായ ഒരു സമയമാണിത്. ഈ സമയത്താണ് വീടുകളിൽ നിലവിളക്ക് കൊളുത്തി നാമജപം നടത്തേണ്ടത്. മഹാലക്ഷ്മി സർവ്വ ഐശ്വര്യങ്ങളുമായി നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്ന സമയമാണ് സന്ധ്യാസമയം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വീടിന്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കുകയും വീട് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പണ്ടുള്ളവർ പറയും. എന്നാൽ ഇന്ന് പല വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയാണ് വൈകുന്നേരം ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ പുറത്തു പോയിട്ടോ വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നേരെ പോയി ചൂലെടുത്ത് വീടടിച്ചു വാരുന്നത്. സന്ധ്യാസമയത്ത് ഒരിക്കലും വീടടിച്ചു വാരാൻ പാടില്ല. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന് വാസ്തുപരവും വിശ്വാസപരവുമായ കാരണമാണ്. മഹാലക്ഷ്മി വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വീടടിച്ചു വാരി പുറത്തേക്ക് കളയുമ്പോൾ യഥാർത്ഥത്തിൽ വീട്ടിലെ ഐശ്വര്യത്തെയും സമ്പത്തിനെയും കൂടിയാണ് നമ്മൾ ചൂൽ കൊണ്ട് അടിച്ചു പുറത്താക്കുന്നത്. മഹാലക്ഷ്മിക്ക് പകരം മൂദേവി ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും അവിടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറയുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം ഇതിന്റെ ശാസ്ത്രീയ വശമാണ്. പണ്ടുകാലത്ത് ഇന്നത്തെ പോലെ വൈദ്യുതിയും ലൈറ്റുകളും ഒന്നുമില്ലായിരുന്നു. സന്ധ്യ മയങ്ങിയാൽ പിന്നെ വെളിച്ചം വളരെ കുറവായിരിക്കും. ആ സമയത്ത് വീടടിച്ചു വാരുമ്പോൾ നമ്മുടെ വിലപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളോ സ്വർണമോ നാണയങ്ങളോ താഴെ വീണിട്ടുണ്ടെങ്കിൽ അത് ഈ പൊടിയോടൊപ്പം പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ സന്ധ്യക്ക് അടിച്ചു വാരാൻ പാടില്ല എന്ന് കർശനമായി പറഞ്ഞിരുന്നത്. കാലം മാറിയെങ്കിലും ആ തത്വത്തിന് മാറ്റം വന്നിട്ടില്ല. സന്ധ്യാസമയത്തെ ആ ശാന്തതയെ ചൂലിന്റെ ശബ്ദം കൊണ്ട് നശിപ്പിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യം വന്ന് സന്ധ്യക്കോ രാത്രിയിലോ വീടടിച്ചു വാരേണ്ടി വന്നാൽ തന്നെ ആ അടിച്ചു കൂട്ടിയ പൊടിയും ചവറും ഒരിക്കലും അപ്പോൾ തന്നെ വീടിന് പുറത്തേക്ക് കളയാൻ പാടില്ല. അത് വീടിന്റെ ഒരു മൂലയിൽ ഒതുക്കി വെക്കുകയും പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം പുറത്തേക്ക് കളയുകയും ചെയ്യുക. ഇത് വളരെ ചെറിയൊരു കാര്യമായി തോന്നാമെങ്കിലും നമ്മുടെ വീട്ടിലെ സമ്പത്തിനെ നിലനിർത്തുന്നതിൽ വലിയ പങ്കു വഹിക്കുന്ന ഒരു വാസ്തു നിയമമാണ്. സന്ധ്യാസമയത്ത് എപ്പോഴും
എപ്പോഴും വീട് ശുദ്ധിയുള്ളതായിരിക്കണം. ചന്ദനത്തിരിയോ കളഭമോ കർപ്പൂരമോ കത്തിച്ച് വീടിനുള്ളിൽ നല്ല സുഗന്ധം നിറയ്ക്കുന്നത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാക്കാൻ കാരണമാകും. അല്ലാതെ പൊടിയും മാറാലയും തട്ടി വീട് വൃത്തികേടാക്കുന്ന സമയം ഇതല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. സന്ധ്യ മയങ്ങുന്നതിന് മുൻപ് തന്നെ വീടും മുറ്റവും അടിച്ചുവാരി വൃത്തിയാക്കി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വാതിൽക്കൽ വെള്ളം തളിച്ച് ശുദ്ധിയാക്കി നിലവിളക്ക് കൊളുത്തുമ്പോൾ ആ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പതിയെ പതിയെ ഇല്ലാതാവുകയും ചെയ്യും. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരും. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ അടുക്കളയുമായി ബന്ധപ്പെട്ടതാണ്. രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ സിങ്കിലോ അടുക്കളയിലോ അലക്ഷ്യമായി ഇട്ടിട്ട് പോയി കിടന്നുറങ്ങുന്ന ഒരു ശീലം പലർക്കുമുണ്ട്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ജോലി കഴിഞ്ഞു വന്ന് ക്ഷീണം കാരണം പലരും രാവിലെ എഴുന്നേറ്റ് കഴുകാമെന്ന് കരുതി പാത്രങ്ങൾ അങ്ങനെ തന്നെ വെക്കാറുണ്ട്. എന്നാൽ വാസ്തുശാസ്ത്രപ്രകാരം വീട്ടിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണിത്. നമ്മുടെ വീടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അടുക്കളയാണ്. അന്നപൂർണേശ്വരിയുടെ വാസസ്ഥലമാണ് അടുക്കള. അവിടെ എപ്പോഴും ശുദ്ധിയും വൃത്തിയും ഉണ്ടായിരിക്കണം. രാത്രി മുഴുവൻ എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ വെക്കുമ്പോൾ അവിടെ നെഗറ്റീവ് ഊർജം അഥവാ ദുർദേവതകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. എച്ചിൽ എന്നത് അശുദ്ധിയുടെ പ്രതീകമാണ്. ആ അശുദ്ധി രാത്രി മുഴുവൻ വീടിനുള്ളിൽ തങ്ങി നിൽക്കുന്നത് ആ വീട്ടിലെ അംഗങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും സാമ്പത്തിക നിലയെയും വളരെ മോശമായി ബാധിക്കും. അന്നം പരബ്രഹ്മ സ്വരൂപമാണ്. ആ അന്നം പാകം ചെയ്യുന്നതും കഴിക്കുന്നതുമായ പാത്രങ്ങൾ വൃത്തിഹീനമായി കിടക്കുന്നത് വലിയ ദോഷം ചെയ്യും. മാത്രമല്ല, ശാസ്ത്രീയമായി ചിന്തിച്ചാൽ രാത്രിയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ വെക്കുന്നത് പാറ്റകളും ഉറുമ്പുകളും എലികളും പോലെയുള്ള ജീവികൾ അടുക്കളയിൽ പെരുകാൻ കാരണമാകും. ഈ ജീവികൾ നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങളിലൂടെയും മറ്റും പല വിധത്തിലുള്ള രോഗങ്ങൾ വീട്ടിലുള്ളവർക്ക് വരുത്തി വെക്കും. രോഗങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കയ്യിലുള്ള പണം ആശുപത്രികളിലേക്കും മരുന്നുകൾക്കുമായി ചിലവായി പോകും. അങ്ങനെ പരോക്ഷമായി അത് നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും. രാത്രി കിടക്കുന്നതിന് മുൻപ് അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കള ഒന്ന് തുടച്ചു വൃത്തിയാക്കി വെക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ വലിയൊരു പോസിറ്റീവ് ഊർജം നൽകും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സിങ്ക് നിറയെ കിടക്കുന്ന എച്ചിൽ പാത്രങ്ങൾ കാണുന്നത് നമ്മുടെ ആ ദിവസത്തെ മുഴുവൻ മാനസികാവസ്ഥയെ നശിപ്പിക്കുകയും മനസ്സിൽ ദേഷ്യവും അസ്വസ്ഥതയും ഉണ്ടാക്കുകയും ചെയ്യും. ഒരു ദിവസത്തെ തുടക്കം തന്നെ അസ്വസ്ഥതയോടെയാണെങ്കിൽ ആ ദിവസം മുഴുവൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കേണ്ടി വരും. മനസമാധാനമില്ലാത്ത വീട്ടിൽ ഒരിക്കലും ഐശ്വര്യം നിലനിൽക്കില്ല. അതുകൊണ്ട് എത്ര ക്ഷീണമുണ്ടെങ്കിലും രാത്രിയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം എപ്പോഴും ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കാൻ ഇത് അത്യാവശ്യമാണ്. അടുക്കള എപ്പോഴും സുഗന്ധപൂരിതമായിരിക്കണം. അവിടെ അഴുകിയ ഭക്ഷണ സാധനങ്ങളോ ദുർഗന്ധമോ ഉണ്ടാകാൻ പാടില്ല. അടുക്കളയിലെ ലക്ഷ്മി ചൈതന്യം നിലനിർത്തിയാൽ തന്നെ പാതി ദാരിദ്ര്യം ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോകും. നമ്മൾ എത്ര സമ്പാദിച്ചാലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ വീട്ടിലെ സ്ത്രീകൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇതും സന്ധ്യാസമയവുമായി ബന്ധപ്പെട്ടതും എന്നാൽ നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിനെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു കാര്യമാണ്. പല വീടുകളിലും കാണുന്ന ഒരു പ്രശ്നമാണ് സന്ധ്യാസമയത്ത് വീട്ടിലുണ്ടാകുന്ന വഴക്കുകളും ബഹളങ്ങളും. അതുപോലെ തന്നെ വീടിന്റെ പ്രധാന വാതിൽക്കൽ ചെരുപ്പുകളും ഷൂസുകളും വാരി വലിച്ചിടുന്ന ശീലവും. വാസ്തുശാസ്ത്രത്തിൽ വീടിന്റെ പ്രധാന വാതിൽ അഥവാ സിംഹദ്വാരം എന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഈ പ്രധാന വാതിലിലൂടെയാണ്. ലക്ഷ്മി ദേവിയുടെ പ്രവേശന കവാടം കൂടിയാണിത്. ഈ പ്രധാന വാതിൽക്കൽ എപ്പോഴും അഴുക്കുകൾ നിറഞ്ഞു നിൽക്കുകയോ കുറേയധികം ചെരുപ്പുകൾ ചിതറിക്കിടക്കുകയോ ചെയ്താൽ അത് വീടിനുള്ളിലേക്ക് നെഗറ്റീവ് എനർജി വരാൻ കാരണമാകും. ഐശ്വര്യം ഒരിക്കലും അത്തരമൊരു വീട്ടിലേക്ക് കടന്നു വരില്ല. ചെരുപ്പുകൾ എപ്പോഴും വീടിന്റെ വശത്തായി അടുക്കി വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് വീടിന്റെ ഉമ്മറത്ത് ഇരുട്ടിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. അവിടെ ഒരു നിലവിളക്ക് കൊളുത്തി വെക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകുന്നതോ വളരെ നല്ലതാണ്. എന്നാൽ വിളക്ക് കൊളുത്തുന്ന സമയത്ത്
വീട്ടിൽ ഭർത്താവും ഭാര്യയും തമ്മിലോ അല്ലെങ്കിൽ കുട്ടികളുമായിട്ടോ ഉച്ചത്തിൽ വഴക്കിടുകയോ കരയുകയോ ചെയ്താൽ അവിടെ സർവനാശമാണ് ഫലമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. സന്ധ്യയ്ക്ക് വീട്ടിൽ നിന്ന് സമാധാനത്തിന്റെ വാക്കുകളും പ്രാർത്ഥനകളുമാണ് ഉയരേണ്ടത്, അല്ലാതെ കരച്ചിലുകളോ ശാപവാക്കുകളോ അല്ല. ഏത് വീട്ടിലാണോ എപ്പോഴും വഴക്കും കരച്ചിലുമുള്ളത് അവിടെ മൂദേവി വാഴുകയും ദാരിദ്ര്യം കൊടികുത്തി വാഴുകയും ചെയ്യും. പണം എത്ര വന്നാലും അതെങ്ങനെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകും. കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ പിന്നെ എത്ര കോടികൾ ഉണ്ടായിട്ടും എന്താണ് കാര്യം? സന്ധ്യാസമയത്ത് ഉറങ്ങുന്ന ശീലവും ചിലർക്കുണ്ട്. ഇതും വാസ്തുപരമായി വലിയ ദോഷം വരുത്തി വെക്കുന്ന ഒന്നാണ്. ഈ സമയത്ത് ഉറങ്ങുന്നത് ആരോഗ്യപരമായും സാമ്പത്തികപരമായും വലിയ തളർച്ചകൾ ഉണ്ടാക്കും. സന്ധ്യാസമയത്ത് വീട്ടിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് സന്ധ്യയ്ക്ക് ശേഷം സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കരുത്. പ്രാർത്ഥനകൾക്കും സമാധാനത്തിനും വേണ്ടി ആ സമയം മാറ്റിവെക്കുക. ഈ ഒരു ശീലം കുടുംബത്തിലെ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുകയും വീട്ടിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യും. ഈ 3 തെറ്റുകളും ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ എന്ന്. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പൂർവികരൊക്കെ 100 കണക്കിന് വർഷങ്ങളായി പാലിച്ചു പോന്ന ഈ ചിട്ടകൾ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണെങ്കിൽ അത് ഇത്രയും കാലം നിലനിൽക്കുമോ? ഓരോ ആചാരത്തിന് പിന്നിലും ഒരു ജീവിതചര്യ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളെ ചിട്ടയോടെയും അച്ചടക്കത്തോടുകൂടി ജീവിക്കാൻ പഠിപ്പിക്കുകയുമാണ് ഈ വിശ്വാസങ്ങൾ ചെയ്യുന്നത്. വീട് വൃത്തിയായി വെക്കുക, എച്ചിൽ പാത്രങ്ങൾ അപ്പപ്പോൾ കഴുകി വെക്കുക, വീട്ടിൽ വഴക്കുകൾ ഒഴിവാക്കി സമാധാനം നിലനിർത്തുക. ഇതൊക്കെ ആർക്കാണ് ദോഷം ചെയ്യുന്നത്? ആർക്കും ദോഷം ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയർത്തുകയും ചെയ്യും. ഒരു വീടെന്നത് വെറും ഒരു കെട്ടിടം മാത്രമല്ല, അതൊരു വലിയ ഊർജ കേന്ദ്രമാണ്. നമ്മൾ അതിനുള്ളിൽ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ആ വീടിന്റെ അന്തരീക്ഷം രൂപപ്പെടുന്നത്. പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് ഊർജം നിറയും. നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഊർജവും നിറയും. ദാരിദ്ര്യം എന്ന് പറയുന്നത് പണമില്ലാത്ത അവസ്ഥ മാത്രമല്ല, മനസമാധാനമില്ലാത്ത അവസ്ഥ കൂടിയാണ്. കോടിക്കണക്കിന് രൂപ ബാങ്കിലുള്ള ഒരാൾക്ക് രാത്രി സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ഒരു ദരിദ്രൻ തന്നെയാണ്. അതുകൊണ്ട് സമ്പത്തിനൊപ്പം സമാധാനവും നമ്മുടെ വീട്ടിലുണ്ടാകണം. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും കണ്ടില്ല എന്ന് വരാം, എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ വീട്ടിലും വലിയൊരു മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. കടബാധ്യതകൾ മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നതും വീട്ടിൽ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതും രോഗങ്ങൾ മാറി എല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും ഉണ്ടാകുന്നതും നിങ്ങൾക്ക് കാണാം. പ്രപഞ്ചം എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് തന്നെ നമുക്ക് തിരിച്ചു നൽകും. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. അതുകൊണ്ട് ഈ പറഞ്ഞ 3 തെറ്റുകൾ നിങ്ങളുടെ വീട്ടിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീടെന്നത് ഒരു ക്ഷേത്രം പോലെ പരിപാവനമായി സൂക്ഷിക്കുക. അപ്പോൾ ഐശ്വര്യം താനെ നിങ്ങളുടെ പടിവാതിക്കലെത്തും. ജീവിതത്തിൽ വിജയം നേടാൻ കഠിനാധ്വാനം മാത്രം പോരാ, പ്രകൃതിയുടെയും ഈശ്വരന്റെയും അനുഗ്രഹം കൂടി വേണം. അതിന് ഇതുപോലുള്ള ചെറിയ ചിട്ടകൾ നമ്മൾ പാലിച്ചേ മതിയാകൂ. ഇന്നത്തെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഗുണകരമായി തോന്നിയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഇതൊന്ന് പങ്കുവെക്കാൻ മറക്കരുത്. അവരുടെ ജീവിതത്തിലും ചിലപ്പോൾ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളുടെ ഈ ചെറിയൊരു പ്രവൃത്തിക്ക് സാധിച്ചേക്കാം. അറിവുകൾ പങ്കുവെക്കുന്നത് ഇപ്പോഴും ഒരു പുണ്യ പ്രവൃത്തിയാണ്. പുരാണം കഥകൾ എന്ന നമ്മുടെ ഈ ചാനലിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകളും കഥകളും വാസ്തു ടിപ്സുകളും നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളും താഴെ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക. അത് ഞങ്ങൾക്ക് ഇനിയും നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വലിയൊരു പ്രചോദനമാകും. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.